പ്രിയ വിദ്യാർത്ഥികളെ, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ്, സാമ്പിൾ സ്പേസ്, ഇവൻറ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ദ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ്, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഇവൻറ്റിനെ ഫേവർ ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് ഉദ്ദേശിച്ചത്: പി ഓഫ് എ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. ഈ വാല്യൂ തീർച്ചയായിട്ടും ബിറ്റ്വീൻ 0 and 1 ആയിട്ടൊരു വാല്യൂ ആണ്. ഇത് 0 ആണെങ്കിൽ ആ ഇവൻ്റ് ഇമ്പോസിബിൾ ഇവൻ്റ് ആണെന്ന് പറയാം, 1 ആണെങ്കിൽ ആ ഇവൻ്റ് ഷുവർ ഇവൻ്റ് ആണെന്ന് പറയാം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ചില പ്രത്യേകതകൾ കൂടി ഒന്നുകൂടി പറയുകയാണ്, അതൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ ഒരു ഫോർമുല നോക്കൂ: പി ഓഫ് എ ഓർ ബി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എ എന്ന ഇവൻ്റോ ബി എന്ന ഇവൻ്റോ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അതിന് സിംബോളിക്കായിട്ട് നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി എന്ന് മാർക്ക് ചെയ്യാം. ഇനി അത് കാണാനുള്ള ഫോർമുല എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതേ ടൈപ്പ് ഫോർമുല നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ കാർഡിനാലിറ്റി ഓഫ് സെറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രോബബിലിറ്റി ആണെന്നുള്ള വ്യത്യാസമാണ്. ഇനി ഇതിലെ എയും ബിയും ഡിസ്ജോയിൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ ഈ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വരും. അതായത് ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്, ദെൻ പി ഓഫ് എ ഓർ ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അതായത് അവസാനത്തെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ജനറലായിട്ട് ആദ്യത്തെ ഫോർമുലയാണ്. ഇനി എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഫോർമുല നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുല ശ്രദ്ധിക്കുക: പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എ എന്ന ഇവൻറ്റ് സംഭവിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റി നമ്മൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇനി അത് കാണാനോ 1 മൈനസ് പി ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി പറയാൻ പറ്റും: പി ഓഫ് എ കോംപ്ലിമെൻറ്റും പി ഓഫ് എയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുക. അതായത് ഇതിലേക്ക് ഈ മൈനസ് പി ഓഫ് എ ഇങ്ങോട്ട് വന്നാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ അത് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അടുത്തത് നോക്കൂ: പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എ എന്ന ഇവൻറ്റും സംഭവിക്കാൻ പാടില്ല, ബി എന്ന ഇവൻറ്റും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് സിംബോളിക്കായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി ഇത് ഡിമോർഗൻസ് ലോ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം: പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി കാണാൻ 1 മൈനസ് ആ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി എഴുതിയാൽ മതി. അപ്പോൾ പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി കാണാൻ ഡയറക്റ്റായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തൊരു ഫോർമുല നോക്കൂ: പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി. അതിനെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് സിംബോളിക്കായിട്ട് എഴുതാം. ഇനി അതിനെ ഇതേപോലെ സിംബോളിക്കായിട്ട് എഴുതാൻ പറ്റും ഡിമോർഗൻസ് ലോ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ 1 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ കഴിഞ്ഞ ആ ഫോർമുലയും ഈ ഫോർമുലയും പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്: നമുക്ക് 52 കാർഡുകളുള്ള പ്ലേയിങ് കാർഡുകളുടെ കളക്ഷൻ നന്നായിട്ട് ഷഫിൾ ചെയ്തതിന് ശേഷം അതിൽ നിന്നൊരു കാർഡ് നമ്മൾ ഡ്രോ ചെയ്യണം. 52 കാർഡ് ഉണ്ട് പ്ലേയിങ് കാർഡ്സിൽ. അത് നന്നായിട്ട് ഷഫിൾ ചെയ്തതിന് ശേഷം വി ആർ ഡ്രോയിങ് 1 കാർഡ് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട് കാർഡ്. ഒരു ഡയമണ്ട് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കാണണം. അപ്പോൾ ആദ്യം നോക്കുക, ഈ 52 കാർഡിലെ 13 എണ്ണമാണ് ഡയമണ്ട് കാർഡുകൾ ഉള്ളത്, അല്ലേ? ആകെ 52 കാർഡിലെ 13 കാർഡ് ഡയമണ്ട് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഡയമണ്ട് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട് is equal to 13/52. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 എന്നായിരിക്കും ഡയമണ്ട് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അടുത്തതായിട്ട് അത് ഒരു എയ്സ് അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അതായത് ഒരു കാർഡ് നമ്മൾ അതിൽ നിന്ന് വലിച്ചെടുത്തു 52 എണ്ണത്തിൽ നിന്ന്, അത് എയ്സ് ആകരുത്.
നമുക്കറിയാം എയ്സ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം അല്ലേ? അപ്പോൾ എയ്സ് ആകരുതെന്നാണ് പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞാൽ എയ്സ് അല്ലാത്ത കാർഡുകൾ എത്ര എണ്ണം ഉണ്ട്? 48 എണ്ണം അല്ലേ? അപ്പോൾ 48-ൽ ഒരെണ്ണം കിട്ടിയാൽ മതി എന്നർത്ഥം. അപ്പോൾ ആകെ 48-ൽ നിന്ന് ആകെ 48 അത് ഐസ് അല്ലാത്ത കാർഡുകൾ. അതിൽ നിന്ന് ഒരെണ്ണം കിട്ടണം. ആകെ 52 കാർഡിൽ 48 ആ ഗ്രൂപ്പിൽ പെട്ടത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ഓഫ് നോട്ട് ആൻ ഐസ് ഈക്വൽ ടു 48/52. ഈ 48 എങ്ങനെ കിട്ടിയത്? എയ്സ് 4 എണ്ണം ഉണ്ട്, ബാക്കി എല്ലാ കാർഡുകളും എയ്സ് അല്ലാത്ത കാർഡുകളാണ്. അതിൽ നിന്ന് ഒരെണ്ണം കിട്ടും. അപ്പോൾ 48/52. ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 12/13 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് ആ കാർഡ് വലിച്ചെടുക്കുന്നത് ഒരു ബ്ലാക്ക് കാർഡാണെന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം 52 കാർഡിലെ 26 ബ്ലാക്ക് അല്ലേ? അപ്പോൾ 26-ൽ ഒരെണ്ണം കിട്ടണം എന്നർത്ഥം അല്ലേ? ആകെ 52 ഉണ്ട്, അതിൽ 26 ബ്ലാക്ക്. അപ്പം ബ്ലാക്കിൽ നിന്ന് ഒരെണ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ 26/52 ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2. പി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് കാർഡ് 1/2. പി ഓഫ് ഗെറ്റിംഗ് എ റെഡ് കാർഡ് ചോദിച്ചാലും ഇത് തന്നെ വരിക, കാരണം അതും 26 തന്നെയാണല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. നമുക്ക് എടുക്കുന്ന കാർഡ് ഡയമണ്ട് ആകാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഡയമണ്ട് ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? എന്താ കിട്ടിയത് നമുക്ക്? 1/4. ആകാതിരിക്കാൻ അപ്പം എന്ത് ചെയ്യണം? 1 - പി ഓഫ് ഡയമണ്ട് ഉണ്ടോ? ഇതാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ഇവിടെ എഴുതണമെന്ന്. ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേഷൻ നടത്തി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/4. അതായത് ഡയമണ്ട് കാർഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 3/4 ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ. ആ കാർഡ് ബ്ലാക്ക് കാർഡ് ആകാതിരിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം. ആകെ 26 ബ്ലാക്കും 26 റെഡുമാണ്. അപ്പോൾ ബ്ലാക്ക് ആകാതിരിക്കാന്ന് പറഞ്ഞാൽ അത് റെഡ് ആവുക എന്നുള്ളതാണ് അല്ലേ? റെഡും 26 തന്നെയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 26/52 എന്ന് പറഞ്ഞാൽ 1/2. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ബ്ലാക്ക് കാർഡിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 1-ൽ നിന്ന് മൈനസ് ചെയ്താലും മതി. അങ്ങനെയും നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കിയോളൂ. ഒരു ബോക്സിനകത്ത് 4 റെഡ് 3 ബ്ലൂ 2 യെല്ലോ ബോൾസ് ഉണ്ട്. എല്ലാ ബോൾസും സിമിലർ ആണ്, ഷേപ്പിലും സൈസിലൊക്കെ സിമിലറാണ്. ഓക്കെ, അതിൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കുകയാണ്. അപ്പോൾ ആകെ 9 ബോൾ ഇതിലുണ്ട്. ഇതിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്. ആ ബോള് നമുക്ക് റെഡ് ബോൾ ആകാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ നോക്കൂ, ഇവിടെ ആകെ എത്ര റെഡ് ബോൾ ഉണ്ട്? 4 അല്ലേ? റെഡ് ബോൾ ആകാനുള്ള പ്രോബിലിറ്റി ചോദിച്ചപ്പോൾ 4/9 എന്ന് പറഞ്ഞാൽ മതി. അതായത് പി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് 4/9. ഇനി യെല്ലോ ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താവും? 2 യെല്ലോ ബോളാണുള്ളത്. അപ്പോൾ 2/9. ഓക്കെ, 2 യെല്ലോ ബോൾ, അപ്പോൾ 2/9. ഇനി ബ്ലൂ ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 3 ബ്ലൂ ബോളാണുള്ളത്, 3/9. ഇത് സിംപ്ലിഫൈ ചെയ്ത 1/3 എന്ന് നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്തത് നോക്കിയോളൂ. റെഡോ അല്ലെങ്കിൽ ബ്ലൂവോ ആയിരിക്കുക എടുക്കുന്നത്. അപ്പോൾ റെഡോ അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും എന്നാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് 7 ബോൾ ഉണ്ട്. അപ്പോൾ 7/9 അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കൂ. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 2 കുട്ടികൾ അനിലും അഷിമയും അവരെ ഒരു എക്സാം അപ്പിയർ ചെയ്യാണ്. ഈ അനിലെ ആ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.05. അഷിമയാണെങ്കിൽ അത് ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.10. ഇനി 2 പേരും ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.02 ആണ്. അപ്പോൾ ഓരോരുത്തരും ക്വാളിഫൈ ചെയ്യാനുള്ളതും 2 പേരും സൈമൾട്ടേനിയസ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് അനിൽ ആൻഡ് അഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അനിലും ക്വാളിഫൈ ചെയ്യരുത്, അഷിമയും ക്വാളിഫൈ ചെയ്യരുത്. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അനിൽ ക്വാളിഫൈ ചെയ്യുന്ന ആ ഇവൻറ്റിന് നമുക്ക് എ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. എ എന്നത് ദ ഇവൻ്റ് ഓഫ് അനിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. ഇനി ബി എന്ന ഇവൻ്റ് അഷിമ ക്വാളിഫൈ ചെയ്യുന്ന ഇവൻ്റാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്ന കാര്യങ്ങൾ നോക്കി. പി ഓഫ് എ തന്നിട്ടുണ്ട്. എന്താണ് പി ഓഫ് എ? 0.05. പി ഓഫ് ബി തന്നിട്ടുണ്ട്. എന്താണത്? 0.10. ഇനി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 0.02 കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇവൻറ്റുകൾ ഡിഫൈൻ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തത് അനിൽ ആൻഡ് അഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ.
അതായത് അനിലും ക്വാളിഫൈ ചെയ്യരുത്, അതായത് ഇങ്ങനെ നോട്ട് എ ആൻഡ് നോട്ട് ബി ഉണ്ടോ, ഇതാണ് നൈദർ എ നോർ ബി. ഇത് കാണാൻ നേരത്തെ ഒരു ഫോർമുല നമ്മൾ പറഞ്ഞിരുന്നു, 1 - P of A യൂണിയൻ ബി. ഓക്കെ, അപ്പോൾ നോക്കിയേ ഇതെങ്ങനെ കാണാം, P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B. ഇതിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആവും. നോക്കാം. അപ്പോൾ രണ്ടുപേരും ക്വാളിഫൈ ചെയ്യാതിരിക്കാനായിട്ടുള്ള പ്രോബിലിറ്റി കാണാൻ P of not A ആൻഡ് not B. ഇത് നമുക്ക് ഫോർമുല പ്രകാരം 1 - P of A യൂണിയൻ B എന്ന് എഴുതാം. P of A യൂണിയൻ B കാണാൻ ഇതാണ് ഫോർമുല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസർ 0.87. അതായത് രണ്ടുപേരും ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 0.87 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലത്തിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അതായത് അനിലോ അഷിമയോ ആരെങ്കിലും ഒരാളെങ്കിലും ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. രണ്ടുപേരും അറ്റംപ്റ്റ് ചെയ്യുന്നു, അതിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അപ്പോൾ നമുക്ക് ഇതാണ് ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് ഒന്നുകിൽ നോട്ട് എ ഓർ നോട്ട് ബി, ആരെങ്കിലും ഒരാളെങ്കിലും ക്വാളിഫൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഓറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, P of A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. ഇതിനും ഫോർമുലയുണ്ട് 1 - P of A ഇന്റർസെക്ഷൻ B ആണ്. അതിൽ ഇത് നമുക്കറിയാം. അപ്പോൾ 1 - 0.02 0.98 ഇതാണ് അതിലെ ആരെങ്കിലും ഒരാളെങ്കിലും ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലത്തിൽ തന്നെ ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് അനിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അഷിമ ക്വാളിഫൈ ചെയ്യരുത്. ഇനി അഷിമയാണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ അനിലും ക്വാളിഫൈ ചെയ്യരുത്. അത് നമുക്ക് സിംബോളിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, P of A and not B, A and not B, or not A and B. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, അനിൽ ക്വാളിഫൈ ചെയ്യുന്നു, അഷിമ ക്വാളിഫൈ ചെയ്യുന്നില്ല. ഇനി അനിൽ ക്വാളിഫൈ ചെയ്യുന്നില്ല, അഷിമ ക്വാളിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് യൂണിയൻ, ഇവിടെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഇത് രണ്ടും നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് പ്ലസ് P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഇനി ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, P of A മൈനസ് ബി, ഇവിടെ P of B മൈനസ് എ. ഇനി വീണ്ടും ഇത് P of A മൈനസ് P of A ഇന്റർസെക്ഷൻ ബി, ഇവിടെ P of B മൈനസ് P of A ഇന്റർസെക്ഷൻ ബി. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് അറിയാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇങ്ങനെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഭാഗം ഇതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഈ ഭാഗം ശരിക്ക് എയിൽ നിന്ന് ബിയുടെ ഭാഗം മൈനസ് ചെയ്യുന്നതല്ലേ, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, P of A പ്ലസ് P of B മൈനസ് 2 times P of A ഇന്റർസെക്ഷൻ B. ഇതിലേക്ക് നമ്മൾ ഈ വാല്യൂസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആ വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, അതിൽ നിന്ന് 0.11 കിട്ടും. അതായത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും, എക്സാക്ട്ലി ഒരാൾ ആ എക്സാം പാസ്സാകാനുള്ള പ്രോബബിലിറ്റിയാണ് 0.11. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആകെ 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ഉണ്ട്. അതിൽ നിന്നും ഒരു 2 പേരുടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ആകെ 4 പേരുണ്ട്, അതിൽ നിന്നും 2 പേരുടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ഇനി എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, വട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദർ ഈസ് നോ മാൻ, ആ കമ്മിറ്റിയിലെ മാൻ ആണുങ്ങളില്ലാത്ത കമ്മിറ്റി എത്രയുണ്ടെന്നുള്ളത്. ആണുങ്ങളില്ലാത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നോക്കൂ, ആകെ 4 പേരിൽ നിന്ന് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യണത് അല്ലേ. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 4C2 ways. അപ്പോൾ N of S എന്ന് പറയുന്നത് ഇതാണ്. കാരണം ആകെ 4 പേരിൽ നിന്നും 2 പേരെ ഇത്രയും രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കിട്ടുന്നത്. ഇതെന്തായിരിക്കും 4C2, എന്തായാലും നമുക്ക് അവസാനം കാൽക്കുലേഷൻ നടത്താം. ഇനി നോക്കൂ,
മാൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ എടുക്കുന്നത് ഇവിടുന്ന് എടുക്കണം അല്ലേ. അപ്പോൾ നോക്കിയോളൂ, ഇവിടെ എ എന്ന ഇവന്റ് ആണെന്ന് വിചാരിച്ചോളൂ, ഗെറ്റിംഗ് നോ മാൻ. അപ്പോൾ നോക്കി, ആകെ 2 സ്ത്രീകളുണ്ട്, അതിൽ നിന്ന് 2 പേര് എടുക്കുന്നു, 2C2. ഓക്കെ, 2C2 ആണ് നമ്മൾ കാൽക്കുലേഷൻ നടന്നത്. അപ്പോൾ നമുക്ക് പി ഓഫ് ഗെറ്റിംഗ് നോ മാൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ കാണാൻ n ഓഫ് എ ബൈ n ഓഫ് എസ്, അതായത് 2C2 ബൈ 4C2. 2C2 ബൈ 4C2. അതൊന്ന് കാൽക്കുലേഷൻ നടത്തി നോക്കാം. അത് കാൽക്കുലേഷൻ നടത്തുമ്പോൾ 2C2 1 ആണ്, 4C2 6 ആണ്. അപ്പോൾ 1/6 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ മാൻ ഇൻ ദാറ്റ് കമ്മിറ്റി അത് 1/6 ആണ്. ഓക്കെ, ഇനി ഈ 2 പേരെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ആണ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് ഒരാണും ഒരു പെണ്ണും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിന്നൊരു ആണിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2C1, ഇവിടെ നിന്നൊരു പെണ്ണിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2C1. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടന്നാലാണ് അത് നമുക്ക് കിട്ടുക അല്ലേ. 2C1 × 2C1 അതാണ് ആ ഇവന്റ്, ബൈ ഇവിടുത്തെ സാമ്പിൾ സ്പേസിലെ 4C2. അത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ 2C2 × 2C2 എന്ന് പറഞ്ഞാൽ 4 ആയി, 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്, ദാറ്റ് ഈസ് 2/3. ഇതാണ് ഒരു ആണ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഒരാണ് കിട്ടാന്ന് പറഞ്ഞാൽ അടുത്ത ആൾ പെണ്ണായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2/3 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കമ്മിറ്റിയിൽ 2 ആണുങ്ങളായിരിക്കുക എന്നുള്ളത്. 2 ആണുങ്ങളായിരിക്കുക. നേരത്തെ ആദ്യത്തെ ചെയ്തതിൽ 2 ആണുങ്ങളല്ലാതിരിക്കാനുള്ളതാണ് അല്ലേ. ഇവിടെ 2 ആണുങ്ങളായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഈ 2 പേരെയും അല്ലേ. അത് 2C2 ബേസിൽ ചെയ്യാം, ബൈ ടോട്ടൽ പോസിബിലിറ്റി 4C2 ആണ്. ഇത് 1, ഇത് 6, 1/6 തന്നെ നമുക്ക് കിട്ടുന്നു. ആണുങ്ങളെ മാത്രം കിട്ടാനുള്ള പ്രോബിലിറ്റിയും പെണ്ണുങ്ങളെ മാത്രം കിട്ടാനുള്ള പ്രോബിലിറ്റി ഇവിടെ കേസ് സെയിം ആയതുകൊണ്ട് ഒരേപോലെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് പി ഓഫ് എ തന്നിട്ടുണ്ട്, അതായത് എ എന്ന ഇവന്റിന്റെ പ്രോബിലിറ്റി 3/5, പി ഓഫ് ബി 1/5. നമുക്ക് കാണേണ്ടത് പി ഓഫ് എ ഓർ ബി ആണ്. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അതായത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, 3/5 പ്ലസ് 1/5 ഈക്വൽ ടു 4/5. ഇതാണ് ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. വി ആർ ഗിവൺ പി ഓഫ് ഇ 1/4, പി ഓഫ് എഫ് 1/2 ആൻഡ് പി ഓഫ് ഇ ആൻഡ് എഫ് 1/8. 2 ഇവന്റുകളുടെ പ്രോബബിലിറ്റിയുടെ ഒരു ഡാറ്റയാണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2ആണ്. ഒന്ന് പി ഓഫ് ഇ ഓർ എഫ്, മറ്റൊന്ന് നോട്ട് ഇ ആൻഡ് നോട്ട് എഫിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഇതിലെ പി ഓഫ് ഇ ഓർ എഫ് അത് നമുക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് ഇ യൂണിയൻ എഫ്. ഇനി അത് കാണാനുള്ള ഫോർമുല എന്താ, പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് അല്ലേ. അപ്പോൾ അത് പി ഓഫ് ഇ എന്ന് പറയുമ്പോൾ 1/4, ഇത് 1/2 മൈനസ് 1/8. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് 8 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 + 4 - 1, അപ്പോൾ 5/8 എന്ന് കിട്ടുന്നു. അപ്പോൾ പി ഓഫ് ഇ ഓർ എഫ് അതാണ്. ഇനി ഇത് കാണണമെങ്കിൽ പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്, അതിൻ്റെ നൊട്ടേഷൻ ഇതാണ്, ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. പക്ഷെ ഇത് കാണാൻ 1 - പി ഓഫ് ഇ യൂണിയൻ എഫ് എഴുതിയാൽ മതി. അതിവിടെ കിട്ടിയിട്ടുണ്ട് 1 - 5/8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/8 എന്ന് നമുക്ക് കിട്ടുന്നു. 1 - 5/8 3/8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വി ആർ ഗിവൺ പി ഓഫ് എ 0.42, പി ഓഫ് ബി 0.48 ആൻഡ് പി ഓഫ് എ ആൻഡ് ബി 0.16. നമുക്ക് ഈ 3 വാല്യൂസ് ആണ് കാണേണ്ടത്. അപ്പം അതിൽ ആദ്യത്തത് പി ഓഫ് നോട്ട് എ ആണ് അല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, പി ഓഫ് എ കോംപ്ലിമെന്റ്. ഇത് കാണാൻ 1 - പി ഓഫ് എ എഴുതിയാൽ മതി. ഇവിടെ പി ഓഫ് എ കിട്ടിയിട്ടുണ്ട് 0.42, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.58 എന്ന് കിട്ടുന്നു. അത് പി ഓഫ് നോട്ട് എ. ഇനി ഇതേപോലെ പി ഓഫ് നോട്ട് ബി, പി ഓഫ് നോട്ട് ബി കാണാൻ ഇങ്ങനെ എഴുതിയാൽ മതി, പി ഓഫ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 - പി ഓഫ് ബി ഈക്വൽ ടു 1 - 0.48, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.52. അപ്പോൾ പി ഓഫ് നോട്ട് എ ആയി, പി ഓഫ് നോട്ട് ബി ആയി. ഇനി ഒരെണ്ണം കൂടി കാണാനുള്ളത്,
ഇതാണ് എ ഓർ ബി ആണ്. പി ഓഫ് എ ഓർ ബി, അത് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പം ഇവിടെ പി ഓഫ് എ എന്ന് പറയുമ്പോൾ 0.42 പ്ലസ് 0.48 മൈനസ് 0.16. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തും. നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ 0.74 എന്ന് കിട്ടുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു സ്റ്റുഡൻറ്റ് 2 എക്സാം, അതായത് ഇംഗ്ലീഷും ഹിന്ദിയും എക്സാമിനേഷൻ എഴുതി പാസ്സാകാനുള്ള പ്രോബബിലിറ്റി 0.5 ആണ്. രണ്ടും പാസ്സാകാനുള്ള പ്രോബബിലിറ്റി 0.5 ആണ്. രണ്ടും ഒരുമിച്ച് പാസ്സാവാനുള്ള പ്രോബബിലിറ്റി. ഇനി രണ്ടും ഒരുമിച്ച് പാസ്സാകാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 0.1 ആണ്. രണ്ടും ഒരുമിച്ച് പാസ്സാകാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 0.1. ഇനി ഇംഗ്ലീഷ് പാസ്സാകാനുള്ള പ്രോബബിലിറ്റി 0.75. അങ്ങനെയാണെങ്കിൽ ഹിന്ദി പാസ്സാകാനുള്ള പ്രോബബിലിറ്റി എന്ത്? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇംഗ്ലീഷ് എക്സാം പാസ്സാകുന്ന ഇവൻറ്റിനെ എ എന്നും ഹിന്ദി എക്സാം പാസ്സാകുന്ന ഇവൻറ്റിന് ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാറ്റ പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 0.5. അതുപോലെ തന്നെ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട് 0.1. അതുപോലെ തന്നെ പി ഓഫ് എ തന്നിട്ടുണ്ട് 0.75. ഇത്രയാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് ബി കാൽക്കുലേഷൻ നടത്തണം. ഇതാണ് നമ്മുടെ ഡാറ്റ. അതിലെ എയും ബിയും 2 ഇവൻറ്റുകളായിട്ട് നമ്മൾ എടുത്തു. എ എന്ന ഇവൻ്റ് ആ സ്റ്റുഡൻറ്റ് ഇംഗ്ലീഷ് എക്സാം പാസ്സാകുന്ന ഇവൻ്റ്, ബി എന്ന ഇവൻ്റ് ഹിന്ദി എക്സാം പാസ്സാകുന്ന ഇവൻ്റ്. രണ്ടും കൂടി ഒരുമിച്ച് പാസ്സാകുന്ന പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. രണ്ടും പാസ്സാകാത്ത പ്രോബബിലിറ്റി 0.1 തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പാസ്സാകാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഹിന്ദി പാസ്സാകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലത്തെ രണ്ടാമത്തെ ഡാറ്റ ഒന്ന് നോക്കിയേ. രണ്ടാമത്തെ ഡാറ്റ എന്താ? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ? അത് 0.1 ആണ്. പക്ഷെ അതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 0.1. ഇതിൽ നിന്ന് ഇത് പുറത്തേക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 0.9 എന്ന് കിട്ടും. ഓക്കെ, ഇനി പി ഓഫ് എ യൂണിയൻ ബി ഇങ്ങനെ കാണാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.9. ഇതിൽ പി ഓഫ് എ തന്നിട്ടുണ്ട് 0.75. പി ഓഫ് ബി കാണണം. മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.5 ഈക്വൽ ടു 0.9. അപ്പോൾ പി ഓഫ് ബി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പി ഓഫ് ബി ഈക്വൽ ടു 0.9 പ്ലസ് 0.5 മൈനസ് 0.75. ഇത്രയാണ് വരുന്നത്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഹിന്ദി എക്സാം പാസ്സാകുന്നതിൻ്റെ പ്രോബിലിറ്റി കിട്ടും. നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ 0.65 ആണെന്നുള്ളത് നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്. ആ 60 കുട്ടികളിൽ 30 പേര് NCC ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. NCC എന്ന സംഘടനയിൽ പ്രവർത്തിക്കാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. 32 പേര് NSSൽ വർക്ക് ചെയ്യാനായിട്ട് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ 24 പേരുണ്ട്. ഇതാണ് ആ 60 കുട്ടികളുടെ സ്ട്രക്ചർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ഇതിൽ നിന്നൊരു കുട്ടീനെ സെലക്ട് ചെയ്യണം. ഈ 60 പേരിൽ നിന്നൊരു കുട്ടീനെ സെലക്ട് ചെയ്യുന്നു. ആ കുട്ടി ഏതെങ്കിലും ഒരു ഐറ്റം, അതായത് ഒന്നുകിൽ NCC അല്ലെങ്കിൽ NSSൽ വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ആ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് 2 ഇവൻറ്റുകളായിട്ട് എടുക്കാം. അതായത് NCCയിൽ ഒരു കുട്ടി ചേരുന്ന ഇവൻ്റ് എ എന്നും NSSൽ ചെയ്യുന്ന ഇവൻ്റ് ബി ആണെന്നും വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ സെലക്ട് ചെയ്യുമ്പോൾ NCC എടുക്കാനുള്ള പ്രോബബിലിറ്റി 30/60 ആണ്. അതുപോലെ തന്നെ NSS എടുക്കാനുള്ള പ്രോബബിലിറ്റി 32/60 ആണ്. ഇനി രണ്ടും എടുക്കാനുള്ള പ്രോബബിലിറ്റിയോ അത് 24/60 ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ 60ൽ നിന്നൊരു കുട്ടീനെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ NCC അല്ലെങ്കിൽ NSS എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി കാണണം. അതായത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി. ഇത് 30/60, 32/60 മൈനസ് 24/60
അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 60, ഇവിടെ 62 മൈനസ് 24. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 38/60. 38/60. അത് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം, 19/30. അപ്പോൾ ഒരു കുട്ടി അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 19/30 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ നിന്ന് ഒരു കുട്ടീനെ സെലക്ട് ചെയ്യുമ്പോൾ ആ കുട്ടി നൈദർ NCC നോർ NSS, അതായത് രണ്ടിലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു കുട്ടീനെ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ NCC എടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ NSSും എടുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഇത് കാണാൻ 1 - P of A യൂണിയൻ B ആണ് അല്ലേ? ഇത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ, 1 - 38/60. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 38/60 എന്നുള്ളത് നമ്മൾ 19/30 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 19/30. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11/30 എന്ന് വരുന്നു. 11/30, അതായത് രണ്ടിലും ഇല്ലാത്ത അതിനുള്ള പ്രോബിലിറ്റി 11/30 ആണ്. ഓക്കെ, ഇനി അടുത്ത ഇതിൽ എന്നുള്ള ചോദ്യം ഇതാണ്. ഇതിൽ നിന്നൊരു കുട്ടീനെ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ NSSൽ ഉണ്ടായിരിക്കണം, പക്ഷേ NCCൽ ഉണ്ടാകാൻ പാടില്ല. അതായത് NSSൽ ഉണ്ടായിരിക്കും, അതായത് B ആയിരിക്കണം ആൻഡ് നോട്ട് A ആയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. NSSൽ ഉണ്ടായിരിക്കണം, NCCൽ ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതാം. ഉണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. P of B minus A. വീണ്ടും P of B minus P of A intersection B. എന്താണ് P of B എന്ന് പറഞ്ഞാൽ ഇവിടെ 32/60. ഇതെന്താണ് 24/60. അപ്പോൾ 8/60 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, 2/15. അതായത് NSSൽ ഉണ്ടായിരിക്കുക, പക്ഷേ NCCൽ ഉണ്ടാകാതിരിക്കുക. അതിനുള്ള പ്രോബബിലിറ്റി 2/15 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പെയർ ഓഫ് ഡൈസ് ആർ ത്രോൺ. 2 ഡൈകൾ ത്രോ ചെയ്യാണ്. 2 ഡൈകൾ ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിൽ 36 ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാം അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം 9? ആ 2 ഡൈലത്തെയും ഫേസുകൾ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന്. അപ്പോൾ നമുക്ക് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ സം 9 കിട്ടാൻ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് നമ്പറുകൾ എന്ന് നോക്കാം. അത് A എന്ന ഇവൻ്റാന്ന് വിചാരിച്ചോളൂ. ഗെറ്റിംഗ് എ സം 9. അങ്ങനെയാണെങ്കിൽ 3 6, അതായത് ഒരു ഡൈയിൽ 3യും അടുത്തതിൽ 6ഉം വന്ന 9 ആയി. അടുത്ത് 4 5, ആദ്യത്തേതിൽ 4ഉം രണ്ടാമത്തെ ഡൈയിൽ 5 വീണാലും 9 ആയി. അടുത്ത് 5 4, അതായത് ആദ്യത്തേതിൽ 5 രണ്ടാമത്തേതിൽ 4 വീണാലും 9 ആണ്. പിന്നെ 6 3 ഉണ്ടോ? ഇതാണ് ഓൺലി ഓപ്ഷൻസ്. അതായത് സം 9 കിട്ടണമെങ്കിൽ ഈ രീതിയിൽ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ എ എന്ന ഇവൻ്റ് ഗെറ്റിംഗ് എ സം 9 ആണെങ്കിൽ എയുടെ ഫേവർ ചെയ്യുന്ന ഐറ്റംസ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ P of A കാണാൻ N of A by N of S ആണ്. N of A എന്ന് പറയുമ്പോൾ ഇവിടെ 4 ആണ്, 4 ഐറ്റംസേ ഉള്ളൂ അല്ലേ? ആകെ 36. അപ്പോൾ 1/9, അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം 9 ഈസ് ഈക്വൽ ടു 1/9. ഓക്കെ.